ഇന്ന് നല്ലൊരു ഇഫ്താർ ഡ്രിങ്ക് കണ്ടാലോ. ഇത് ഹെൽത്തിയാണ്, ഷുഗർ ഫ്രീ ആണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 6 ചെറിയ പഴമാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 3 റോബസ്റ്റ് പഴവും ചേർക്കാം. റോബസ്റ്റ് പഴത്തിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 10 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഒരു 8 10 കാഷ്യൂ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാലും കൂടെ ചേർക്കുക. ഇതിപ്പോൾ ഞാൻ 4 ഗ്ലാസ്സിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ 2 കപ്പ് പാലെടുത്തിന് അതിൽ നിന്ന് 1 കപ്പ് പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഹോർലിക്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു പീനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഇല്ലെങ്കിൽ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പിന്നെ ഇപ്പം പീനട്ട് ബട്ടർ ചെറിയ പൈസക്ക് ഓഫറിലെല്ലാം കിട്ടുന്നുണ്ട്. വലിയ ബോട്ടിലിന് തന്നെ 200 രൂപ അങ്ങനെയല്ലേ ഉള്ളൂ. കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുണ്ടാവും. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഡ്രിങ്കും കൂടെയാണിത്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം 1 കപ്പ് പാല് ഒഴിച്ചത് എല്ലാം ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 ഗ്ലാസ്സിലേക്കുള്ള അളവാണ്. ആദ്യം ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം അരിഞ്ഞതിന് ശേഷമാണ് ബാക്കി 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ ഡ്രിങ്ക് റെഡിയായി. ഇത് ഷുഗർ ഇല്ലാതെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഷുഗർ ഇട്ടാൽ ചിലപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് പഴത്തിൻ്റെ ടേസ്റ്റോ ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റോ ഒന്നുമല്ല, ഒരു വേറെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് പീനട്ട് ബട്ടറെല്ലാം ഇപ്പം കിട്ടുന്നുണ്ട്. അതെല്ലാം ചേർത്താലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ല ഇഷ്ടാവും ചെയ്യും. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഡ്രിങ്കും കൂടെയാണ്. ഈ ഒരു ഡ്രിങ്ക് ഞാൻ പാല് കാച്ചിയിട്ട് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കട്ട പാലിലും അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് തിക്കും അല്ല, എന്നാലും ഒരുപാട് ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇഫ്താർ ടൈമിലെല്ലാം ഇങ്ങനെ കുടിക്കാനല്ലേ നല്ലത്. അപ്പോൾ മറ്റൊരു റെസിപ്പീസ് വ്ളോഗ്സായിട്ട് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.